ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ 25,000 താഴെ വരുന്ന ഏറ്റവും പവർഫുൾ ആയ 3 ആൻഡ്രോയിഡ് ഫോൺസിനെ കുറിച്ചാണ്. നിങ്ങൾ 25,000 താഴെ ബഡ്ജറ്റ് വെച്ചുകൊണ്ടൊരു ഫോൺ നോക്കുകയാണെങ്കിൽ, പവർഫുൾ ആയ ഫോൺ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ വീഡിയോയിലുണ്ട് ആ 3 ഫോണുകൾ. ആദ്യത്തേത് റിയൽമി GT Neo 3T എന്ന ഫോൺ ആയിരിക്കുമെന്ന് പലരും കരുതുമെങ്കിലും ആ ഫോണിന്റെ ഓഫറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതിന്റെ വില കൂടി 30,000 രൂപയുടെ മുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അത് ഇപ്പോൾ വന്നിട്ട് ഇവിടെ വേറൊരു റിയൽമി ഫോണാണ് നിൽക്കുന്നത്, റിയൽമി GT 2. ഈ ഒരു ഫോൺ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലും മറ്റുമൊക്കെ കാണാൻ സാധിക്കും. 23,999 രൂപയ്ക്കാണ്. ഇതിൻ്റെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 888 എന്ന കിഡിലം പ്രൊസസ്സറാണ്. ഈ പ്രൈസിന് ഈ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ തന്നെ വാല്യൂ ഫോർ മണി ആയി കഴിഞ്ഞു ആ ഫോൺ. അതല്ല, അതിനേക്കാൾ മുകളിലായി കഴിഞ്ഞു. പ്ലസ് LPDDR5 റാമും UFS 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. സോ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഈ ഒരു പ്രൈസിന് ഈ ഒരു ഫോണിലാണ് ഇതാ ഇപ്പോൾ കിട്ടുന്നത്. മാത്രവുമല്ല, ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും നല്ല ഒന്നാം തരം ക്വാളിറ്റി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ആണെങ്കിലും ടോപ്പ് ക്വാളിറ്റിയാണ്. 6.62 ഇഞ്ച് വരുന്ന E4 AMOLED ഡിസ്പ്ലേ, 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് അടക്കമാണ് വരുന്നത്. 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസിലെ ഫോണാണെന്ന് ആലോചിക്കണം. ആക്ച്വലി ഈ പ്രൈസിന്റെ ഫോൺ അല്ല ഇത് 30,000 രൂപ റേഞ്ചിലൊക്കെ ഇറങ്ങിയ ഫോണാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വില കുറഞ്ഞ് അത് ഈ ഒരു പ്രൈസിലേക്ക് എത്തിയിരിക്കുന്നതാണ്. സോ നല്ല ക്വാളിറ്റി പെർഫോമൻസും നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ. പ്ലസ് ക്യാമറ 50 മെഗാ പിക്സലിന്റെ സോണി ക്യാമറ തന്നെ കൊടുത്തിട്ടുണ്ട്. 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും സോണി ക്യാമറ തന്നെയാണ്. നല്ല ക്വാളിറ്റി ക്യാമറ സെറ്റപ്പും പറയാം. 5000 mAh ബാറ്ററിയും 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മൊത്തത്തിൽ ഡിസൈനും ഡിസ്പ്ലേയും ക്യാമറയും പെർഫോമൻസും എല്ലാം ഈ ഫോണിന് ഈ ഒരു പ്രൈസിന് 23,999 രൂപയ്ക്ക് പക്കാ വർത്തായ ഒരു ഫോണാണ്. പ്രത്യേകിച്ചും ഗെയിം കളിക്കാനൊക്കെ ഫോൺ നോക്കുന്നവരെ സംബന്ധിച്ച് ഈ ഫോൺ അടിപൊളി ഓപ്ഷനാണ്. കാരണം ഇതിന്റെ GPU ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഈ ഫോണിന്റെ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊസസ്സറിന്റെ തന്നെ പവർ എന്ന് പറയുന്നത്. സോ ഈ ഫോണിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. പക്ഷേ ഈ ഒരു ഫോൺ 2022 ഇറങ്ങിയ ഫോണാണ്, പഴയ ഫോണാണ്. ആൻഡ്രോയിഡ് 12 വന്നത്. 13, 14, 15 വരെ അപ്ഡേറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോഴെടുക്കുന്നതും വലിയ കുഴപ്പമില്ല സോഫ്റ്റ്വെയറിന്റെ അപ്ഡേറ്റിന്റെ കാര്യത്തിൽ. കാരണം പുതിയ റിയൽമി 11 Pro എടുത്താലും ഈ 15 വരെ തന്നെയാണ് അപ്ഡേറ്റ് വരുന്നത്. സോ ഇത് ഓക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഒരു കാര്യം, ഇത് റിയൽമി UI ഇപ്പോൾ പൊതുവേ നല്ല താല്പര്യമുള്ള ഒരു UI അല്ല, മൊത്തത്തിൽ പരസ്യങ്ങളും ബ്ലോട്ട്വേഴ്സ് ഒക്കെ ആയിട്ട്. പക്ഷേ ഈ ഫോണിൽ അങ്ങനൊന്നുമില്ല. ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് റിയൽമി 11 Proയുടെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം, ഒന്ന് കണ്ടു നോക്കിക്കോളൂ. എന്തായാലും ഈ ഫോണിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്താൽ മതി. സംഗതി പ്രൈസിന് വർത്താണ്. ഇനി ഈ ഫോൺ താല്പര്യമില്ലാത്തവർക്ക് അടുത്ത ഒരു പവർഫുൾ ഫോൺ എന്ന് പറയുന്നത് iQOO Neo 6 തന്നെയാണ്. ആ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 870, ഇതിനേക്കാൾ ഒരു പൊടിക്ക് താഴെ പവറുള്ളത്. 888ൻ്റെ അത്രയില്ല, കുറച്ച് പുറകിലാണ്. 888ന് 7.5 ലക്ഷം ഒരു ആൻറ്റിറ്റ്യൂഡ് സ്കോർ ഉണ്ടെങ്കിൽ 870 വന്നിട്ട് 6.5 ലക്ഷം റേഞ്ചിലാണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. സോ പവർഫുൾ തന്നെ, എന്നാൽ 888ൻ്റെ അത്രയും ഇല്ലാന്നേ ഉള്ളൂ. ബട്ട് Neo 6 മോസ്റ്റ് പവർഫുൾ ആയ, ഒരുപാട് പേര് എഗ്രി ചെയ്ത അടിപൊളി ഗെയിമിംഗ് ഫോണാണ്. ഇതിൽ 80 വാട്ടിന്റെ ഫ്ലാഷ് ചാർജിങ്ങും 4700 mAh ബാറ്ററിയുമാണ് വരുന്നത്. 120 ഹെർട്സിന്റെ E4 AMOLED ഡിസ്പ്ലേ തന്നെയാണ് ഇതിലുള്ളത്. 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് തന്നെയാണ് ഇതിലും വരുന്നത്. ഇതിലും HDR10+ നെറ്റ്ഫ്ലിക്സിലെ HDR ഒക്കെ സപ്പോർട്ട് ചെയ്യും. ഇതിൽ 64 MP OIS ക്യാമറയും വരുന്നുണ്ട്. മൊത്തത്തിൽ Neo 6 ഇപ്പോഴും നല്ല ഫോണാണ്. പക്ഷേ ഇതിൽ 4 5G ബാൻഡുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ 4 5G ബാൻഡുകൾ നമ്മുടെ ഇന്ത്യയിലുള്ള 5G ബാൻഡുകളാണ്. ഇത് ഓക്കെയാണ്. എങ്കിലും നിങ്ങൾക്കത് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ റിയൽമിയിലേക്ക് നോക്കാം. അതിൽ 8-10 5G ബാൻഡൊക്കെ വരുന്നുണ്ട്. ഇതിൽ 4 5G ബാൻഡേ ഉള്ളൂ എന്നുള്ളത് മാത്രമാണ് ഒരു ഇഷ്യൂ. ബാക്കി എല്ലാം കൊണ്ടും ഇത് പക്ക ഫോണാണ്. താല്പര്യമുള്ളവർക്ക് നോക്കാം. ഇനി ബഡ്ജറ്റ് ഇത്രയും ഇല്ല, ഒരു 25 രൂപ താഴെ എന്ന് പറയുമ്പോൾ 22 രൂപ 21 രൂപയ്ക്ക് കയ്യിലുള്ളൂ എങ്കിൽ റെഡ്മി K50A ആണ് അടുത്ത ഒരു മോസ്റ്റ് പവർഫുൾ ഫോൺ. 20,999 തന്നെ ഡയമസിറ്റി 8100 പ്രൊസസ്സറും LPDDR5 റാമും UFS 3.1 സ്റ്റോറേജും എല്ലാം കിട്ടുന്നുണ്ട്. നമ്മുടെ GT 2 ഞാൻ പറഞ്ഞ പോലുള്ള റാമും സ്റ്റോറേജ് ഒക്കെയാണ്. 6.6 ഇഞ്ച് ഫുൾ HD പ്ലസ് 144 ഹെർട്സിന്റെ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. AMOLED ഇല്ല എന്നുള്ളത് ഓർക്ക്. ബട്ട് പവർഫുൾ ആണ് ഡിവൈസ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും 5080 mAh ബാറ്ററിയും ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. 64 MP ക്യാമറ. ടോട്ടലി K50i ഒരു നല്ല പവർഫുള്ളായ ഫോണാണ്. ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, റെഡ്മി ഫാൻസ് ആണെങ്കിൽ ഈ ഫോണാണ് ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ. സോ ഈ 3 ഫോണുകളാണ് ഏറ്റവും പവർഫുള്ളായ 25,000 താഴെ കിട്ടാവുന്ന ബെസ്റ്റ് ഫോണുകൾ. ഈ ഫോണുകളെല്ലാം തന്നെയും കഴിഞ്ഞ ജനറേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. വേണമെങ്കിൽ ലോക്കലി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ ഒരു നിലവാരം അറിയാവുന്നതാണ്. റിവ്യൂസ് കണ്ടു നോക്കിയും അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. ഇനി ഈ പഴയ ഫോണുകൾ വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ 25,000 താഴെ പിന്നെ 4 നല്ല ഫോണുകളാണ് വരുന്നത്. ഈ പവർഫുൾ എന്ന സംഗതി ഒഴിവാക്കി നിർത്തിയാൽ ബാക്കിയെല്ലാം കൊണ്ടും ഓൾറൗണ്ടർ ഫോൺ എന്ന് പറയാവുന്ന ഫോണുകൾ. ഒന്ന് റിയൽമി 11 Pro, അതിൻ്റെ ലിങ്ക് ഇവിടെയുണ്ട്. സോ അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയുന്നില്ല, കണ്ടു നോക്കാം. അതിൻ്റെ പ്രത്യേകത ലെതർ ഫിനിഷും കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെയാണ്. വീഡിയോ കണ്ടു നോക്കുക. ഇതേ കർവ്ഡ് ഡിസ്പ്ലേക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡായ ലാവയെ സമീപിക്കാം. ലാവ അഗ്നി 2 അടിപൊളി കർവ്ഡ് ഡിസ്പ്ലേക്ക് ആയിട്ടുള്ള ഒരു നല്ല ഫോണാണ്.
ക്യാമറ വൈസ് എനിക്ക് അത്ര തൃപ്തി തോന്നിയില്ല. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇവിടെയുണ്ട്, കണ്ടു നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇനി അതുമല്ല നിങ്ങൾക്ക് മോട്ടോ ആണെങ്കിൽ എഡ്ജ് 30, അതുമല്ലെങ്കിൽ റെഡ്മി ആണെങ്കിൽ റെഡ്മി നോട്ട് 12 Pro, ഇതൊക്കെ ഓൾറൗണ്ടർ ഫോണുകളുടെ രീതിയിൽ വരുന്നതാണ്. ഇതിൻ്റെ ഒക്കെ വീഡിയോ ഇവിടെയുണ്ട്, കണ്ടു നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ബട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ മോസ്റ്റ് പവർഫുൾ ഫോൺസ് ആയിരുന്നു. അത് നമ്മൾ ആദ്യം പറഞ്ഞ 3 എണ്ണമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.